അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ, നടക്കില്ല പരമേശ്വര, നടക്കില്ല. കോളിയോടന്മാരുടെ ഹോട്ടൽ തുറക്കണമെങ്കിൽ കുഞ്ഞിപ്പാല് വിചാരിക്കണം, പക്ഷെ വിചാരിക്കില്ല. ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്താ നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി. അവരത് തുറക്കും. പിന്നെ 4 or 5 തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും. വേണ്ട, 4-5 തവണ വേണ്ട, ഒറ്റ പേയ്മെന്റിനുണ്ടോന്ന് ചോദിക്കേ. കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിക്കേ. ഞാൻ നാളെ വരാം. ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കണില്ല. ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര. ഞങ്ങള് നാളെ വരാം. വേണ്ട, ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോ ബോംബെക്ക് പോകും, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഞാൻ മാംഗ്ലൂർക്ക് പോകും, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും. എന്ന് വെച്ച് മറ്റന്നാൾ ഇങ്ങോട്ട് വരണ്ട. വരാം, നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശ് വെച്ച് ചീട്ട് കളിച്ച് 2 എണ്ണം ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത്. ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ. പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല. ഈ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ എന്ത് വരട്ടെ. പരമേശ്വരൻ പോവാണോ? അതെ, കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം. ഓക്കേ. അയ്യോ, ക്ലീൻ കറോ. എന്നെ രക്ഷിക്കാൻ വേറൊരാളില്ല ഭായി. ഇന്ന് ഇറാനിയെ കണ്ടില്ലെങ്കിൽ ഞാൻ ബോംബെക്ക് വരുമായിരുന്നു. ഈ ലങ്ക ഷെട്ടി എന്ന് പറഞ്ഞ തെണ്ടി. കുഞ്ഞിപ്പാലു. ഹായ് നന്ദകുമാർ. വാട്ട്? ലങ്ക ഷെട്ടി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഞാൻ ജഗൻ ഭായിയോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ്. സബ് കുച്ച് സെറ്റിൽഡ് ആയിട്ടില്ല. ഞാൻ മദ്രാസ്. എനിവേ ഐ ആം കമ്മിങ്. ഓക്കെ ഇൻഷാല്ലാ. ചില്ലറ കോളാണെങ്കിലും ഞാൻ വിട്ടുകളയും. ഇത് എന്റെ ഇറാനി 25 കിലോ ഗോൾഡാ. ഗോൾഡിന് പഴയ ഗുണമൊന്നുമില്ല, എന്നാലും. ഇറാനി അയ്യാ இருக்கா? சரி ஒண்ணு பண்ணு, திருப்பி கூப்பிட சொல்லு. ഇങ്ങോട്ട് വരാൻ പറ. ഇറാനി தெரியுமா അവർക്ക്? ഇറാനി? ഞാൻ ഈ പറഞ്ഞൊന്നും ഇറാനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനിങ്ങനെ കപ്പന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. എടോ, ഇന്ന് ഇന്ത്യയിൽ നമ്പർ 2 ബിസിനസ് ചെയ്യുന്ന ടോപ്പ് പാർട്ടീസിനെയാണ് താൻ ഇവിടെ കാണാൻ പോകുന്നത്. അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ. പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണം. रानी कैसे है बेटा? फाइन, हैप्पी, वेरी गुड. പരമേശ്വര അല്ല, ഇതെന്ത് വേഷം? ആളാകെ മാറിയില്ലോ. എപ്പ എത്തി മദ്രാസില്? പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് വരാമായിരുന്നു. ഈ മംഗോളിയൻ മുഖമുള്ള കുള്ളൻ. കുഞ്ഞിപ്പാലു, സ്വർണ്ണ കച്ചവടക്കാരൻ കുഞ്ഞിപ്പാലു. ഏത് പരമേശ്വരൻ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണമെന്നൊക്കെ. സോറി ഉസ്താദ്, ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങന. സോറി, എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട്. അയാളാണെന്ന് കരുതി പറ്റിയതാ. പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റാ, നല്ല ആളാ, ഡീസന്റാ. എന്താ പേര് പറഞ്ഞേ? ഉസ്താദ്. ഉസ്താദെ, അയാൾ കുഞ്ഞിപ്പാലു. What bloody കുഞ്ഞിപ്പാലു? ഉസ്താദ്. എല്ലാ ജനം എന്നും മറ്റും ആനപരണ്ടത് കണ്ടവരോടിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേള്. ഉസ്താദ്, നമുക്ക് ആ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം.
യൂസഫ് ബായി അതിനാണ് വന്നത്. എനിക്ക് ഇവനുമായി തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവന് കാണുമായിരിക്കും. 2 പയ്യന്മാരെ തൂക്കം കൊടുത്ത് അയച്ചിരുന്നു അല്ലേ? നമുക്ക് അങ്ങനെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം. മാപ്പാക്കണം. അങ്ങനെ ഒരു വിഡ്ഢിത്തം ഞാൻ ചെയ്തു. പടച്ചോൻ വിചാരിക്കാതെ ആർക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പൊറുക്കണം ഉസ്താദ്. അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു. എന്റെ പെങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിച്ചു. ഓളിന്ന് സുഖമായിട്ട് കഴിയാ ഉസ്താദ്. അതന്നേ ഞാൻ പറഞ്ഞില്ലേ. കഴിഞ്ഞത് പോട്ടെ, ഇനി പ്രശ്നങ്ങളില്ല. സബ് കുച്ച് സെറ്റിൽഡ്. എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്തു തരണം ഭായിമാരെ. എന്തായതാണ് ഈ കിഴങ്ങന്റെ പ്രശ്നം? ഞാൻ പറയാം. എന്റെ 25 കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു വെച്ചിരിക്കുക. അതൊന്ന് റിലീസ് ചെയ്തു തരണം. ആര് പിടിച്ചു വെച്ചു? ലങ്കേഷ് ഷെട്ടി. ഉസ്താദ്, ലങ്കേഷ് ഷെട്ടി ആരാന്നറിയോ? നോ. ഇവന്റെ ആളാണ്. ഹലോ, അതൊന്ന് ഡീൽ ചെയ്യൂ യൂസഫ്. ഷുവർ. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഫീസ് ഞാൻ വാങ്ങും, പക്ഷെ ഇതിനില്ല. കാരണം എന്റെ ഉസ്താദ് ഞാൻ കോംപ്രമൈസ് ആയ ദിവസമാണിന്ന്. സോ ദിസ് ഇസ് ഫ്രീ സർവീസ്. ഓക്കെ യൂസഫ്, ഞാൻ പോകുന്നു. Okay. ഈ രാത്രി തീർക്കേണ്ട കുറെ ജോലികളുണ്ട്. ഒരു സത്യം പറഞ്ഞിട്ട് പോവോ? രണ്ടും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? ഇതും അതും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? കോളിയോടന്മാരുടെ ഡോക്യുമെന്റ് അത് വിട്ടുകൊടുത്തു. മൈ ഗുഡ്നസ്, ഇതെല്ലാം വാങ്ങി ദേഹത്തിട്ട് നിന്റെ കഴുത്തൊടിയും പെണ്ണെ. ഷോ, ആര് പറഞ്ഞ എല്ലാം കൂടി വാങ്ങാൻ പോവാന്ന്? പുതിയ സെലക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ. എന്റെ അടുത്തുണ്ട് ഒരുപാട്. ഒരിടയ്ക്ക് ഏട്ടന് ഇത് തന്നെയായിരുന്നു ക്രേസ്. എവിടെ പോയിട്ട് വരുമ്പോഴും ഓർണമെന്റ്സ് കൊണ്ടുതരും. ടൈം എടി ടൈം. ഏതെങ്കിലും പെർട്ടിക്കുലർ ഡിസൈൻ ആണ് നോക്കുന്നെങ്കിൽ പറഞ്ഞാ മതി. ഡാ ജോസേ, ഇത് ആരാ കസ്റ്റമർ എന്ന് അറിയോ? നമ്മുടെ പരമേശ്വരൻ സാറിന്റെ സിസ്റ്ററാ. നീ എന്റെ മാനം കളയരുത്. മോള് വാ, ചില പുതിയ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു. വാ, ദാ ഇവിടെ ഉണ്ട്. ഇല്ലപ്പാ, ദേ ഇവിടെ എന്താ വേണ്ട വെച്ചെടുത്തു കൊടുക്കും. இல்ல தங்கச்சி கல்யாணம் வருது இல்லையா? ஆமா. என்ன மறந்துட்ட விஷயம்? இல்ல கண்டிப்பா வந்தா நான் அப்புறம் கூப்பிடுறேன். കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട, ഇരിക്കേ. വേണ്ട, ഞാൻ നിന്നോളാം. ഉക്കാരടോ. ഇരുന്നാലും ആസനം ചെയറിൽ ഉറക്കില്ല. ഇത് ആരാ ഇരിക്കണേന്ന് എനിക്കല്ലേ അറിയൂ. അല്ല, യൂസഫ് ഷായുടെ വിവരമൊന്നും കിട്ടിയില്ല. ആ ഗോൾഡ് അത് ഇതുവരെ എത്തില്ലേ? ഞാൻ യൂസഫിന് ഫോൺ ചെയ്യാം. അവൻ ഏറ്റതല്ല, എത്താതിരിക്കില്ല. സർ, ബില്ല് റെഡിയാണ്. ഡിസ്കൗണ്ടോ? ആ ബില്ല് അവിടെ വെച്ചിട്ട് സാധനങ്ങൾ എടുത്ത് കാറി കയറ്റട കാട്ടുപോത്തെ. കുഞ്ഞിപ്പാലു, ബില്ല് കൊണ്ടുവരാൻ പറയാം. അവനൊരു വിവരക്കേട് പറഞ്ഞാൽ സാറേ ക്ഷമിച്ചു കളാം. നിന്നെ ഞാൻ ഒന്നും. ഏട്ടാ പോവാം. പോകാം. ദേ, ഈ ക്ഷമയ്ക്ക് ഇവിടുന്ന് എന്തോ ഒന്ന് വേണമെന്ന് എന്താ വേണ്ടേ? പറഞ്ഞു കൊടുക്കടി. എന്താ വേണ്ടത്? ഒരു വെഡിങ് റിംഗ് വാങ്ങി വിരലിലിട്ട് തരൂ. അതിനുള്ള സമയം വരട്ടെ. ഇപ്പൊ വേണമെങ്കിൽ അരിഞ്ഞാണത്തി തൂക്കിയിട 5-6 മണി വാങ്ങിച്ചേട്ടാ. നടക്കുമ്പോ ജിൽ 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 കളിക്കണ. ആ അലിയാപ്പു, ശ്രീധരമേനൊക്കെ പുറത്തു വന്നിരിക്കുക. ഞാൻ ചാത്തേക്കെടുത്ത്. ഹലോ, യെസ് യെസ്, പിന്നെ മനസ്സിലായി. ഞാനേ പരമേശ്വരനോട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറയാം. അതെ, നാളെ മോർണിംഗ് 11:30 മുഹൂർത്തം. ഓക്കെ ഓക്കെ, നേരത്തെ എത്തണം. മാറി നിക്കടാ. തുടരുത്. അല്ല, ഇതെന്തായി കാണിക്കണേ? ഇത് അകത്തെങ്ങാനും കൊണ്ട് വെക്കു കുഞ്ഞിപ്പാലു. ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ പിള്ളേർ ആരെങ്കിലും കൊടുത്തോളൂ. സ്വാമിയേ ശരണമയ്യപ്പ, ഇത് കൂൾ ഡ്രിങ്ക്സ് അല്ല, മറ്റവ മിക്സാ. നമ്മുടെ ഒരു ടീം പുറത്തിരിപ്പുണ്ട്. പിള്ളേരുടെ കയ്യിൽ കൊടുത്തയച്ചാ വല്ല ലേഡീസും വാങ്ങി തൊണ്ടക്കുള്ളിക്ക് ഇറക്കിയ പിന്നെ അത് ആകെ പുലിവാലാവും. ഒരെണ്ണം കീറണ? അയ്യോ ഇല്ല, പരമനെ കണ്ടോ? ഇല്ല, പുറത്ത് പലത് അന്വേഷിക്കുന്നുണ്ട്. ഒരെണ്ണം കീറണ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? വന്നേ, ഒരു മിനിറ്റ്. പറയേ ഒരെണ്ണം കീറണ? ഒറ്റ കീറി വെച്ചതാണല്ലോ.